ന്യൂസ് 16 കേരള. ലഹരിക്കടത്ത് കേസ് സൗദിയിൽ 4 വിദേശികൾക്കും 1 സ്വദേശിക്കും വധശിക്ഷ. നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ലഗേജ് ഒരു ടെൻഷനാണോ? ഭാരം കൂടി പോയി റീപാക്കിംഗ് എന്നാ ഇനി ടെൻഷൻ വേണ്ട. നിങ്ങളുടെ സാധനങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ പാക്കിംഗ് ഉൾപ്പെടെ കുറഞ്ഞ ചെലവിലും കൂടുതൽ വേഗതയിലും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ പ്രൈം എക്സ്പ്രസ് കാർഗോ കുവൈറ്റ്. എയർ ആൻഡ് സീ കാർഗോ, കൊറിയർ സർവീസ്, റോഡ് ഫ്ലൈറ്റിംഗ്. പ്രൈം എക്സ്പ്രസ് കാർഗോ കുവൈറ്റ്. അപ്പോൾ ഇനി ടെൻഷൻ വേണ്ട. പ്രൈം എക്സ്പ്രസ് കാർഗോ കുവൈറ്റ്. രാജ്യത്തേക്ക് മയക്കുമരുന്ന് കടത്തിയ കേസിൽ 4 വിദേശികളുടെയും 1 സ്വദേശിയുടെയും വധശിക്ഷ നടപ്പാക്കി സൗദി അറേബ്യ. മക്ക, നജ്റാൻ, തബൂക്ക് ഗവർണറേറ്റുകളിലായാണ് ശിക്ഷ നടപ്പാക്കിയത്. ഹെറോയിൻ, ആംഫിറ്റാമിൻ ലഹരി വസ്തുക്കൾ കടത്തുന്നതിനിടെയാണ് ഇവർ പിടിയിലായത്. മയക്കുമരുന്ന് കടത്ത് കേസിൽ 1 മാസത്തിനിടെ സ്വദേശികളും വിദേശികളുമായ 20 പേർക്കാണ് സൗദിയിൽ വധശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നത്. വ്യത്യസ്ത കേസുകളിലായാണ് 5 പേരുടെയും വധശിക്ഷ നടപ്പാക്കിയത്. നജ്റാനിൽ 3 പേരുടെയും മക്കയിലും തബൂക്കിലും ഓരോരുത്തരുടെയും വധശിക്ഷ നടപ്പാക്കിയതായി സൗദി ആഭ്യന്തര മന്ത്രാലയം ഹെറോയിൻ കടത്തിയ കേസിൽ എത്യോപ്യൻ സ്വദേശികളായ ഖലീഫ ഹുസൈൻ അബ്ദുൽ ഖാദർ, അബ്ദുൽ നൂർ യാസിൻ ആദം, അബ്ദുള്ള ഒമർ ഇബ്രാഹിം എന്നിവർക്ക് നജ്റാനിലും, സമാന കേസിൽ പാകിസ്ഥാൻ പൗരനായ സാരംഗ് ബക്തിയാർ സെബിനെ മക്കയിലും വധശിക്ഷയ്ക്ക് വിധേയമാക്കി. മറ്റൊരു കേസിൽ ആംഫിറ്റാമിൻ ഗുളികകൾ കടത്തിയ കേസിൽ സൗദി പൗരനായ അഹമ്മദ് ബിൻ മുഹൈസിൻ ബിൻ ഹുസൈൻ അൽ റഷാൻഡിയെ തബൂക്കിലും വധശിക്ഷയ്ക്ക് വിധേയമാക്കി. കേസിന്റെ തുടക്കത്തിൽ തന്നെ പ്രതികൾക്ക് കീഴ്ക്കോടതി വധശിക്ഷ വിധിച്ചിരുന്നു. ഇത് പിന്നീട് അപ്പീൽ കോടതിയും സുപ്രീം കോടതിയും ശരിവെച്ചതോടെയാണ് ശിക്ഷ നടപ്പാക്കിയത്. സമാന കേസിൽ 1 മാസത്തിനിടെ 20 സ്വദേശികളും വിദേശികളുമായ പ്രതികൾക്കാണ് വധശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നത്. ശിക്ഷ രാജ്യത്തേക്ക് ലഹരി എത്തിക്കുന്നവർക്കും വിൽപ്പന നടത്തുന്നവർക്കും ഉപയോഗിക്കുന്നവർക്കുമുള്ള കടുത്ത മുന്നറിയിപ്പാണെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് 16 ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.